ഓക്കെ. അപ്പൊ 1857 റിവോൾട്ടിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ PSC പഠിച്ചു തുടങ്ങിയ കാലം മുതലേ പഠിക്കുന്നുണ്ടാവും. നമ്മൾ പക്ഷേ ആ ഒരു അതുപോലെ സാധാരണ റാങ്ക് ഫയലുകളിൽ കാണുന്ന പോലെ പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം അതുപോലെ ഈ ഒരു 1857 റിവോൾട്ടിന്റെ കാരണങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? പുതിയതായിട്ട് ഒരു എൻഫീൽഡ് തോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന തോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ എങ്ങനെയാണ്? ഇപ്പൊ ബുള്ളറ്റ് നിറയ്ക്കുക വെടിവെക്കുക അത്രയല്ലേ ഉള്ളൂ. പണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കിൽ ഗൺ പൗഡർ നമ്മൾ തന്നെ നിറയ്ക്കണം, ബുള്ളറ്റ് നിറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് കഴിഞ്ഞിട്ടും ഓരോ ബുള്ളറ്റ് വീതം നിറച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. ഇത് എൻഫീൽഡ് തോക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പുതിയ തരത്തിലുള്ള തോക്കുകളാണ്. പക്ഷെ അതിന്റെ ഈ ഒരു സാധനം ഈ ബുള്ളറ്റ് നിറയ്ക്കണേക്ക് മുമ്പ് എന്തോ ഒരു സംഭവം ഈ കടിച്ചു വലിച്ചു പൊട്ടിക്കണം. അപ്പൊ അതില് അനിമൽ ഫാറ്റ് ഉണ്ടെന്നൊക്കെ ഉള്ളൊരു റൂമറൊക്കെ കാരണമാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷെ അല്ലാതെ തന്നെ കുറെ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ തുടർന്ന് മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയായിരുന്നു? മംഗൾ പാണ്ഡെ എവിടെയുള്ള ആളാ? ഏത് മിലിറ്ററി ക്യാമ്പിലുള്ള ആളായിരുന്നു? ഏത് മിലിറ്ററി ക്യാമ്പിലുള്ള ആളായിരുന്നു? മീററ്റിലാണോ? മീററ്റിലല്ലല്ലോ. മംഗൾ പാണ്ഡെ എവിടെയുള്ള ആളായിരുന്നു? ഉം മീററ്റിലാണ് പ്രധാനമായിട്ടും ഈ ഒരു സംഭവം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ മംഗൾ പാണ്ഡെ മീററ്റിലെ ആളായിരുന്നില്ല. മീററ്റില് മീററ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടാള കേന്ദ്രമായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാരുടെ. അതായത് നിങ്ങൾക്ക് ഈ പീരങ്കി എന്താണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ. ഈ ടിപ്പു സുൽത്താന്റെ കോട്ടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പീരങ്കി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിലും പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പീരങ്കികൾ ആർട്ടിലറി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ സാധനത്തിന്റെ ആം, ഒരു സ്ഥലമായിരുന്നു ഈ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ എവിടെ മീററ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ശക്തി കേന്ദ്രമാണ് കേട്ടോ. മംഗൾ പാണ്ഡെ പക്ഷെ മീററ്റിലുള്ള ആളായിരുന്നോ? മംഗൾ പാണ്ഡെ എവിടെയായിരുന്നു? ഒന്ന് പറഞ്ഞേ. നമ്മളത് പണ്ട് മുതലേ പഠിക്കുന്നതാണ്. എവിടെയാണ്? ബംഗാളല്ല, ബി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ബരക്പൂർ. ഓക്കെ. ബരക്പൂരിലാണ് മംഗൾ പാണ്ഡെ ഉൾപ്പെട്ടിരുന്ന റെജിമെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അവിടെ വെച്ചിട്ട് അതെ ചിഞ്ചു പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ചിട്ട് മംഗൾ പാണ്ഡെ ഒരു ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേർക്ക് നിറയൊഴിക്കുന്നു. എന്നിട്ട് അതിനെ തുടർന്ന് പുള്ളി ഇതിനെ പിടിക്കപ്പെടുന്നു. പിന്നെ പിന്നെ ഇതങ്ങോട്ട് കത്തിപ്പടരുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് തരത്തില് നമുക്ക് ഒരു ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ഭരണകൂടപരമായിട്ടുള്ള ഒരു വലിയ ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കാം. അത് രണ്ട് തരത്തിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിലുള്ള ഇൻജസ്റ്റിസ് അല്ല കേട്ടോ. ഇപ്പൊ ചീത്ത ഭരണം. അപ്പം ഒന്നാമത്തത് നമുക്ക് കലാപങ്ങള് റിവോൾട്ടുകൾ ഉണ്ടാക്കാം. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിനൈസൻസ്, നവോത്ഥാനം വരുത്താം. ഈ രണ്ട് തരത്തിലും ഇന്ത്യക്കാര് പ്രതികരിക്കുന്നുണ്ട്. അതിൽ കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും അതിന്റെ തുടക്കം, വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പടരും, അതുപോലെ തന്നെ അണഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ നവോത്ഥാനം ആണെങ്കിൽ കുറെ ആളുകളുടെ മനസ്സിലേക്കാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? നമ്മൾ വിപ്ലവം കൊണ്ടുവരുന്നത്. അത് പെട്ടെന്ന് അണഞ്ഞു പോവില്ല, കുറെ കാലത്തോളം നിലനിൽക്കും. അതിന് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനും പറ്റും. അപ്പം ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിണിത ഫലങ്ങൾ എന്നൊക്കെ പറയണത് വളരെ പെട്ടെന്ന് തീർന്നു പോവാണ് ഉണ്ടായത് അല്ലെ? പക്ഷേ രാജാറാം മോഹൻ റോയിനെ പോലുള്ളവർ കൊണ്ടുവന്ന് നവോത്ഥാനം ആണെന്നുണ്ടെങ്കിലോ അത് പതുക്കെ 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 ഇന്ത്യക്കാരുടെ മനസ്സിലെ നാഷണലിസവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പതുക്കെ 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 ബിൽഡ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. അപ്പം ഈ 1857 ഉണ്ടായത് എന്താണ്? വളരെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഷിബോയ്സ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നത്. അവരുടെ ഇടയിൽ നിന്നാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത്.
അത് പെട്ടെന്ന് തന്നെ മീററ്റിലേക്കും ഇവരെത്തുകയാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ പറയും താമരയും ചപ്പാത്തിയും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ചപ്പാത്തിയിലൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മീററ്റിലേക്ക് എത്തുന്നു. മീററ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി എന്താണ് വലിയ പടയാണുള്ളത്. ഓക്കെ, പീരങ്കിപ്പടയുടെ കേന്ദ്രം എന്ന് തന്നെ പറയണത് മീററ്റാണ്. അങ്ങനെ മീററ്റിൽ നിന്നും വലിയ എന്താണ് ഒരു വലിയ പട അവർ ആ മീററ്റൊക്കെ കീഴടക്കി പോകുന്ന വഴിയൊക്കെ കീഴടക്കി നേരെ ഡൽഹി ചെല്ലുന്നു. ഡൽഹി ചെല്ലുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവിടെ ഉള്ള ലാസ്റ്റ് മുഗൾ ഭരണാധികാരിനെ നിങ്ങൾക്ക് അറിയാം, ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരുപാട് വയസ്സായ ഒരു കിഴവനായി. ഓക്കെ, അദ്ദേഹത്തിന് ഒന്നിനും കഴിയുന്നില്ല. എന്നാലും ഇവര് വന്ന് നിർബന്ധിച്ച് അങ്ങനെ ബഹദൂർ ഷാ കേറി ഏറ്റെടുക്കുന്നതൊന്നും അല്ല. ബഹദൂർ ഷാ പതുക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പുള്ളീനെ എന്താക്കുന്നു, പുള്ളീനെ അവിടുത്തെ ഷെഹൻഷാ ആയിട്ട് അവരോധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ മുഗൾ രാജവംശത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? മുഗൾ രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പേര് കേട്ട രാജവംശമാണ്. അതായത് വലിയൊരു ഡൈനാസ്റ്റിയാണ്. ഒരുപാട് സ്ഥലം കയ്യിൽ വെച്ചിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോ മുഗൾമാരുടെ ഇപ്പൊ എന്താ പറയാ, എന്തൊക്കെ ഇല്ലെങ്കിലും അവർക്ക് ആ ഒരു പേര് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ടീം ചെന്ന് ഡൽഹി കീഴടക്കി അവിടെ ഒരു മുഗൾ രാജാവിനെ അവരോധിച്ചു എന്ന് പറയണത് കാട്ടുതീ പോലെ എല്ലായിടത്തേക്കും പടരുന്നു. അങ്ങനെയാണ് ഓൾറെഡി ബ്രിട്ടീഷുകാരോട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഓരോരോരുത്തരായിട്ട് ഈ ഒരു കലാപത്തിൽ ചേരുകയും പല സ്ഥലത്തും നോക്കൂ, പല സ്ഥലത്തും ആസാം വരെയുള്ള പല സ്ഥലത്തും എന്തുണ്ടാവുന്നത്, കലാപത്തിന്റെ അലയടികൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അന്നത്തെ കാലത്ത് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കലാപം ഉണ്ടാക്കാന്ന് പറയണ പോലെയല്ല. എന്നിട്ട് പോലും ഡൽഹി വീഴുക എന്ന് പറയുമ്പോൾ ഡൽഹി ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുക്കുക, അവിടെ മുഗൾ ഭരണാധികാരിനെ അവരോധിക്കുക എന്നൊരു സംഭവം ഉണ്ടായപ്പോൾ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ആ പഴയ മുഗൾ ഭരണം തിരിച്ചു വരുന്നു, ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫോൾസ് ബിലീഫിൽ അങ്ങോട്ട് വീഴാണ്. അപ്പൊ തന്നെ എന്താണ് നാനാ സാഹിബ്, പിന്നെ അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി, അങ്ങനെ പലരും ഈ ബ്രിട്ടീഷ് ഭരണത്തിനോട് കണ്ടംപ്റ്റ് ഉണ്ടായിരുന്ന പലരും ഇതിലേക്ക് അങ്ങോട്ട് ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. കാരണങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. ഒന്ന്, അവധിലെ വാജിദ് അലി ഷാനെ ഇവര് ദുർഭരണം ചുമത്തി കൽക്കട്ടയിലേക്ക് നാട് കടത്തുന്നുണ്ട് അല്ലെ? അതായത് അവധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനികരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ഏറ്റവും കൂടുതൽ സൈനികരെ ബ്രിട്ടീഷ് സേനയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് അവധിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അവധിലെ വാജിദ് അലി ഷാനെ നാട് കടത്തുമ്പോ നാട്ടുകാരൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ പിന്നാലെ ഒരുപാട് സമയം ഈ വാജിദ് അലി ഷാ പോകുന്നതിന്റെ പിന്നാലെ പോയി എന്നാ പറയണത്. അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു വാജിദ് അലി ഷാ എന്ന് പറയുന്നത്, അവധിലെ രാജാവ്. പിന്നെന്താണ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരുന്നുണ്ടല്ലേ? എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? ദത്താവകാശ നിരോധന നിയമം. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞില്ലെങ്കിൽ ഒരു കുട്ടീനെ ദത്തെടുത്ത് അതിന് അനന്തരാവകാശിയാക്കി മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു രാജവംശത്തിൽ നിന്ന് ഒരു കുട്ടീനെ ദത്തെടുത്ത് അനന്തരാവകാശിയാക്കി മാറ്റുന്നത്. അങ്ങനെ ദത്താവകാശ നിരോധന നിയമം വഴി ഝാൻസിയൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ നമ്മുടെ റാണി ലക്ഷ്മിബായി വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ പെൻഷൻ നിർത്തലാക്കുക. ഈ ഡൽഹൌസി ഇങ്ങനെ രാജാക്കന്മാർക്ക് ഒരുപാട് പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നാനാ സാഹിബ് എന്ന് പറയണത് കാൺപൂരിൽ നാനാ സാഹിബ് എന്ന് പറയുന്നത് ദത്തെടുക്കപ്പെട്ട പുത്രനാണ്. അതുകൊണ്ട് തനിക്ക് ഇനി പെൻഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിയുടെ പെൻഷൻ നിർത്തലാക്കുന്നുണ്ട്. അതിനെതിരെയാണ് ആര് വരുന്നത്? കാൺപൂരിൽ നിന്നും നാനാ സാഹിബ് വരുന്നത്. ഓക്കെ, അങ്ങനെ പലതരത്തില് പിന്നെ അവധില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഈ ജമീന്ദാരി സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ജമീന്ദാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമീന്ദാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മികൾ എന്ന് നമുക്ക് മലയാളത്തിൽ നമ്മൾ പറയുന്ന ടീം. അതായത് ഒരു ഭൂവുടമകള് പോലെ ഉള്ള ആൾക്കാര്. ഓക്കെ, ഭൂവുടമകൾ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് എന്ത് ചെയ്യും? അവിടുത്തെ പെസൻസിൽ നിന്നൊക്കെ നികുതി പിരിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പം
ഈ അവധില് ഉള്ള ഭൂവുടമകളെ താലൂക്ക്ദാർമാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ താലൂക്ക്ദാർമാർക്ക് ബ്രിട്ടീഷുകാര് നല്ല പണി കൊടുക്കുന്നുണ്ട്. അവരെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റി വേറൊരു ജമീന്ദാരി ക്ലാസ്സിനെ, അതായത് കുറച്ചും കൂടി ബ്രിട്ടീഷുകാരോട് അടുത്ത് നിൽക്കുന്ന, ബ്രിട്ടീഷുകാരോട് കുറച്ചും കൂടി കൂറ് പുലർത്തുന്ന ഒരു ജമീന്ദാരി ക്ലാസ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ആക്ടിനെ സമ്മറി സെറ്റിൽമെന്റ് ആക്ട് എന്നൊക്കെ പറയും, 1856. ഓക്കെ. അപ്പം താലൂക്ക്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധിലെ ജമീന്ദാർമാരെ പറഞ്ഞിരുന്ന പേരാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ താലൂക്ക്ദാർമാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു സമ്മറി സെറ്റിൽമെന്റ് ആക്ട്. ഓക്കെ. അപ്പൊ ഇതിനെതിരെ എന്തുണ്ടാവുന്നു? ഈ ജമീന്ദാർസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കുന്നുണ്ട്. അവർ ഈ കലാപത്തില് പങ്കാളികളാവുന്നുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒന്നും പങ്കാളികളാവുന്നില്ല. ഇപ്പൊ ഹൈദരാബാദിലെ നൈസാമോ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിൽ പങ്കാളികളാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബുദ്ധിജീവികളുണ്ട്, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ഇന്റലക്ച്യ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇന്ത്യനെ മോഡേണൈസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് മാത്രം പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ റിവോൾട്ടിനില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്ലാസ് ആൾക്കാരൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ വലിയൊരു വിഭാഗം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അത് നമുക്ക് ടു ദ എൻഡിലേക്ക് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഈ റിവോൾട്ടിന്റെ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് ഈ എന്താണ് നമ്മുടെ സിപ്പോയ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും ഇതിന് കാലങ്ങളായിട്ട് വളർന്നു വന്നിരുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പൊ ഞാൻ നിങ്ങളിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു റിവോൾട്ടിന്റെ പിന്നിലുള്ള എക്കണോമിക് കോസസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. എക്കണോമിക് കോസസിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട്, റൈറ്റ് വാരി, മഹൽവാരി സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണത്? അതായത് പല വിധത്തില് റവന്യൂ പിരിക്കാൻ, നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് കൊണ്ടുവന്നിട്ടുള്ള ആക്ടുകളാണ് റവന്യൂ സെറ്റിൽമെന്റ്, റൈറ്റ് വാരി, മഹൽവാരി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അതെ, അതായത് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജമീന്ദാർ എന്ത് ചെയ്യണം? ആ ഏരിയയിലത്തെ ടാക്സ് പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അപ്പൊ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. കൃത്യമായിട്ട് ആ ടാക്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും? ജമീന്ദാറിന്റെ ഭൂമി വേറെ ജമീന്ദാർക്ക് കൊടുക്കും, ലേലത്തിൽ പോവും. ഓക്കെ. അതാണ്. അപ്പം ഈ ജമീന്ദാർസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും പിരിച്ചെടുക്കണം. അപ്പൊ അവരത് പെസൻസിന്റെ മുകളിൽ, സാധാരണക്കാരായ കൃഷിക്കാരുടെ മുകളിൽ മാക്സിമം ഇപ്പൊ കേൾക്കാമോ? സ്ഥിരമുള്ള പ്രശ്നം തന്നെ എൻ്റെ വൈഫൈയുടെ ഗുണം. ഓക്കെ. അപ്പം പോകുമ്പോ പറയണം കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ചില ദിവസം വൈഫൈ കാർഡ് തന്നെ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരി. അപ്പം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്യോഗസ്ഥര് നേരിട്ട്, റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരാണ്, അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് പിരിക്കുന്നതാണ്. ഓക്കെ. മഹൽവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളാക്കി തിരിച്ച് അതിന്റെ ഗ്രാമമുഖ്യൻ പിരിക്കുന്നതാണ്. അപ്പൊ ഇവര് ഹെവി ടാക്സ് ആണ് ഈ ഏർപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹെവി ടാക്സേഷൻ, ഈ ഒരു നികുതി പിരിവിന്റെ രീതികളൊക്കെ തന്നെ ആളുകളിൽ വിഷമുണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് 1857 ഒരു എക്കണോമിക് റീസൺ ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി ഈ റൂറൽ ജനത എന്ന് പറയുന്നത് വല്ലാതെ കടത്തിലാവുന്നുണ്ട്. റൂറൽ ഇൻഡപ്റ്റൻസ് എന്താണ്? അതായത് ഇവർക്ക് ഈ ടാക്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്? മണി ലെൻഡിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്ലാസ് ഉയർന്നു വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരിവരുടെ കയ്യിൽ നിന്ന് വല്ലാത്ത നികുതി ബ്ലേഡ് എന്ന് പറയില്ലേ, അതുപോലെ കാശ് വാങ്ങിയെടുക്കും, ഇൻട്രസ്റ്റ് റേറ്റുകൾ കൊണ്ടുവരും. അങ്ങനെ ഇങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഡെപ്റ്റില് പെട്ടുപോകും. ആര്? നമ്മുടെ സാധാരണ പെസൻസ്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ എന്താണ്? ബ്രിട്ടീഷ് പോളിസി അനുസരിച്ച് എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ ആർട്ടിസാൻസ്,
അതുപോലെ ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ ചീപ്പായിട്ടുള്ള ബ്രിട്ടീഷ് ഗുഡ്സ് ഒരുപാട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ എന്തായി, ഇവരുടെ സാധാരണക്കാരായിട്ടുള്ള ആർട്ടിസാൻസിന്റെ ഒക്കെ ഈ അവരുടെ സാധനങ്ങൾക്ക് എന്തായി, ഒരു വിലയില്ലാണ്ടായി. അപ്പൊ ഇവരുടെ ജോലി പോയി. ഇവർക്ക് ആർക്കും വേണ്ട, വളരെ വിലക്കുറവില് ബ്രിട്ടീഷ് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോ ഇവർക്ക് പിന്നെ ജോലി ഉണ്ടാവോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഹാൻഡ്ലൂം, നമ്മുടെ ഈ നെയ്ത്തുകാരുണ്ടല്ലോ, നെയ്ത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അവര് കൈയോട് നെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ, നമ്മളിപ്പോ ഹാൻഡെക്സിൽ പോയിട്ട് ഖാദിയുടെ തുണി വാങ്ങിക്കുന്നതും അപ്പുറത്തെ സീമാസിൽ പോയിട്ട് വേറെ സാരി വാങ്ങിക്കുന്നതും ഒരുപോലെ അല്ലല്ലോ. എന്താണ്, നല്ല കാശ് ഡിഫറൻസ് ഉണ്ടാവും. എന്താണ്, ഒരാള് നെയ്തെടുക്കുന്നതും മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കോട്ടൺ തുണികളൊക്കെ നാട്ടിലോട്ട് വന്നപ്പോ എന്തായി, ഇവരുടെ പണിയും പോയി. അപ്പൊ പിന്നെ ഇവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? ഈ റിവോൾട്ടിൽ നെയ്ത്തുകാർ വരുമോ? അത് ഞാൻ പറഞ്ഞു തരാം. അതായത് എക്കണോമിക് ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നെയ്ത്തുകാർ ഇറങ്ങിയെന്നല്ല, നമ്മുടെ എക്കണോമിക് റീസൺസ്, നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായിട്ടും തകർന്നു വരികയും എല്ലായിടത്തും വല്ലാണ്ട് ഇല്ലായ്മ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ നെയ്ത്തുകാരെന്ന വർഗമല്ല, സാധാരണക്കാര് മൊത്തത്തിലാണ് ഇറങ്ങുന്നത്, ഒരു പ്രത്യേക വിഭാഗം എന്നല്ല. അപ്പൊ ഞാൻ അടുത്ത കാര്യം പറയാം. അപ്പൊ ഈ നെയ്ത്തുകാര്, ആർട്ടിസാൻസ്, ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവര്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി പിന്നെ എവിടെ പോവും? അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവര് പിന്നീട് പോകുന്നത് എവിടേക്കാ? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ കൃഷിയുടെ ഏരിയയിൽ എന്തുണ്ടാവുന്നു? ഒരു ഓവർ ക്രൗഡിങ് ഉണ്ടാവുന്നു. അത്രമാത്രം ഒന്നും കൃഷി ചെയ്യാനുള്ള വകുപ്പ് ഇന്ത്യയിൽ ഇല്ല. ഓക്കെ. മാത്രമല്ല, അതിന് കൃഷി ചെയ്യണമെങ്കിൽ തന്നെ എന്താണ്, കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ടാക്സേഷൻ ഉണ്ട്, അതിലും പറ്റത്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ കൃഷിയിൽ ഒരു ഓവർ ക്രൗഡിങ് വരുന്നു, മൊത്തത്തില് ജോലി നഷ്ടപ്പെടുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വല്ലാതെ പിന്നോട്ട് പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ താലൂക്ക്ദാർമാരുടെ കാര്യം പറഞ്ഞില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ജമീന്ദാരി സിസ്റ്റം ഇവര് മാറ്റിമറിക്കുന്നുണ്ട്. ഇപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് പ്രകാരമൊക്കെ ഏതെങ്കിലും ഒരു ജമീന്ദാറിന് അവർക്ക് കൃത്യമായിട്ട് ബ്രിട്ടീഷിലേക്ക് കൊടുക്കേണ്ട കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ സ്ഥലം ഇവര് ലേലം വെക്കും. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന സെമീന്ദാർസ് മാറ്റിയിട്ട് വേറെ സെമീന്ദാർസ് വരും. ഓക്കെ. അപ്പൊ അത് മുൻപേ ഉണ്ടായിരുന്ന സെമീന്ദാർസ്, അവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ ഇടയിലൊക്കെ ഒരു ദേഷ്യം സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇവരൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താലൂക്ക്ദാർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ റിവോൾട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞു നമ്മുടെ ഈ സമ്മറി സെറ്റിൽമെന്റ് ആക്ട് ഒക്കെ ഞങ്ങൾ പിൻവലിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവര് അപ്പുറത്തേക്ക് പോയി. ഓക്കെ. അവര് പിന്നീട് റിവോൾട്ടിനോട് സഹകരിക്കുന്നൊന്നുമില്ല. അപ്പം എക്കണോമിക് റീസൺസ് ആയിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വ്യവസായികളുടെ കാര്യം മഹാകഷ്ടത്തിലാണ്. അതായത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനായിട്ട് വളരെ താരിഫ് കുറവാണ്. പകരം ഇന്ത്യൻ ഗുഡ്സ് പുറത്തോട്ട് കയറ്റുമതി ചെയ്യാനോ താരിഫ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തായി, നമുക്കൊന്നും തന്നെ പുറത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മെർച്ചന്റ്സിന്റെ കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടായി, ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ മേഖല തകർന്നുകൊണ്ടേയിരുന്നു. കാരണം എന്താണ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നടപ്പിലാക്കി. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഫോർ ബ്രിട്ടീഷ് നമുക്ക് ഒരു ഗ്രാമത്തിന് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ അതത് ഗ്രാമങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഇനി ഞങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന, ഉദാഹരണത്തിന് ചായം മുക്കണം തുണികൾ, അതിന് വേണ്ടിയിട്ട് നീലം, അതുപോലെ തന്നെ കോട്ടൺ, അങ്ങനെ ഞങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം കൃഷി ചെയ്താൽ മതി. അങ്ങനെ നിർബന്ധിതമായിട്ട് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ ഫുഡിന് ഷോർട്ടേജ് വരികയാണ്. ഓക്കെ. അഗ്രികൾച്ചറൽ മേഖല പിന്നീട് അവർക്ക് ഇത് ആവശ്യമില്ലാതായി വരുമ്പോ കൃത്രിമ ചായം കണ്ടുപിടിക്കുമ്പോൾ എന്തായി, നീലം കർഷകരുടെ കാര്യമൊക്കെ കഷ്ടത്തിലായി. ഓക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ എക്കണോമി വല്ലാതെ തകർച്ചയിലായിരുന്നു. ഇത് സാധാരണക്കാരെ ഇല്ലായ്മയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ എന്തുണ്ടാക്കുന്നുണ്ട്? ദേഷ്യം അല്ലെങ്കിൽ അമർഷം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഇക്കണോമിക് പ്രോസസ്സ്.
പിന്നെന്താണ് പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൊളിറ്റിക്കൽ കോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിനെ ഇവര് മാറ്റിമറിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലേജ് ഓട്ടോണമീനെ ഇവര് മാറ്റിമറിക്കുന്നുണ്ട് അല്ലെ? ഓരോ വില്ലേജുകളും ഇപ്പൊ പല വിധത്തിലുള്ള ആളുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡൈനാസ്റ്റികൾ മാറി മറിഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡൽഹി സൽത്താനേറ്റ് തന്നെ പലരും മാറി മറിഞ്ഞു വരുന്നു, പിന്നെ മുഗൾസ് വരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഓരോ വില്ലേജുകൾക്കുള്ള ഓട്ടോണമി, ഓരോ വില്ലേജുകളും ഒരു സ്വയംഭരണ യൂണിറ്റുകൾ തന്നെയായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് മാറ്റി മറയ്ക്കുന്നു, അവരവിടേക്ക് പുതിയ സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നു. അപ്പൊ മുൻപേ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ മാറ്റി മറയ്ക്കുമ്പോൾ ജനങ്ങളില് ബ്രിട്ടീഷുകാരോട് ഭയങ്കരമായിട്ടുള്ള ഒരു അവിശ്വാസം ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഈ പല തരത്തിലുള്ള സ്ഥലങ്ങൾ ഇപ്പൊ അവധ് പിടിച്ചെടുക്കുന്നു, സത്താറ പിടിച്ചെടുക്കുന്നു. അപ്പൊ പല സ്റ്റേറ്റുകളെയും ഇവര് അനക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അനക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർക്ക് ഈ ഈ ഈ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ അവരിൽ ഈ പാട്ടുകാരുണ്ടാവും, കവികളുണ്ടാവും, പിന്നെ രാജാവിന് ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ നെയ്ത്തുകാര്, ആർട്ടിസാൻസ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ ജോബ്ലെസ് ആയി പോകുന്നുണ്ട്. അതെ, ലോസ് ഓഫ് പാട്രണേജ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പൊളിറ്റിക്കലിനെ ഈ ഒരു നേറ്റീവ് പൊളിറ്റിക്കൽ അതോറിറ്റീനെ ഇങ്ങനെ ഇല്ലാതാക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ മുഗൾ എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തകരുമെന്നൊന്നും ആരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആളുകൾക്ക് ഭയങ്കര ഇന്ത്യൻ റൂളേഴ്സിന് ഇന്ത്യനെ മൊത്തത്തിൽ ഒരു എന്താ പറയാ, ഇന്ത്യനെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ആളുകൾ എപ്പോഴും ഈ മുഗൾ റൂളേഴ്സിനെ കണ്ടിരുന്നത്. അപ്പൊ മുഗൾ എംപയറിനെ തകർക്കുക. ലൈവ് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് ഈ ചാറ്റ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ആ കുട്ടിക്ക് കൊടുക്കാമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. ചാറ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫൈൻ. അപ്പം എന്താ പറഞ്ഞത്? ഈ മുഗൾ എംപയറിനെ ഇവർ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മുഗൾ റൂളേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു ലെജിറ്റിമസി ആണ് ആളുകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ മുഗൾ റൂളേഴ്സിനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇവരുടെ സ്റ്റാറ്റസ് വല്ലാതെ തകർക്കുക, ഇതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കണ്ടംപ്റ്റ് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. പിന്നെ ഇവര് റിലീജിയനിൽ ഇടപെടുന്നുണ്ട്. അതാണ് വലിയൊരു സംഭവം കേട്ടോ. അതായത് വിധവകളുടെ റീമാരേജ് ആക്ട് നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ സതി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. അതായത് റിലീജിയനിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ ചൈൽഡ് മാരേജിനെതിരെയോ സതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചത്. ആകെപ്പാടെ ചെയ്ത നല്ല കാര്യങ്ങളാണ്. അപ്പൊ അതിനെതിരെയൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് അമർഷം കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് മറ്റൊരു പൊളിറ്റിക്കൽ റീസൺ ആണ്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലും കൾച്ചറൽ പ്രാക്ടീസസിലും ഇടപെടുക എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഈ ഇപ്പൊ ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോകത്ത് മുഴുവൻ, ആഫ്രിക്കയിൽ കുറെ സ്ഥലങ്ങളുണ്ട് അല്ലെ, ചൈനയിൽ കുറെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരെ പറ്റി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയാൻ തന്നെ കാരണം എന്താ? അവർക്ക് ഒരു സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ വേറൊരു കോളനിയിൽ സൂര്യൻ ഉദിച്ചു കാണും. അത്രയും പരന്നു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ഉള്ളത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ തോൽക്കുന്ന ചില യുദ്ധങ്ങളുണ്ട്. അതിലൊന്നാണ് ആംഗ്ലോ സിക്ക് വാർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷിപ്പോയ്സ് എന്നൊക്കെ പറഞ്ഞത് കൂലിപ്പട്ടാളമാണ്. വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെങ്കിലും ചെറിയ ഈ നമ്മളിപ്പോ സൈനികരുണ്ടല്ലോ, അവരെല്ലാം ഇന്ത്യക്കാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാരെ തോൽക്കുന്ന സംഭവങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? ഇന്ത്യക്കാർ കാണുന്നുണ്ട്. ഓക്കെ, അത് വേറെ ആരും പറഞ്ഞുകൊണ്ട് അറിയാൻ. അതുപോലെ തന്നെ അഫ്ഗാൻ വാറിലും
തോറ്റില്ല എന്നുള്ള ഗതിയിലാണ് ഇവരെത്തുന്നത്. പിന്നെ ക്രിമിയൻ വാർ റഷ്യക്കെതിരെയുള്ളതായിരുന്നു. റഷ്യക്കെതിരെയുള്ളതായിരുന്നെങ്കിൽ പോലും ഓട്ടോമൻ ടർക്സിന് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അതില് ബ്രിട്ടീഷുകാർ ജയിച്ചെങ്കിൽ പോലും ഒരുപാട് ബ്രിട്ടീഷ് സൈനികര് മരിക്കുന്നുണ്ട്. തോൽവിയുടെ വക്കത്തായിരുന്നു. അപ്പൊ എന്താണ് ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരം അവിടെ ആ സമയത്തുള്ള ആളുകളുടെ മനസ്സിൽ നിന്നും പോകുന്നുണ്ട്. ഓക്കെ. അങ്ങനെ തോൽപ്പിക്കാൻ പറ്റായികയൊന്നുമില്ല. ഇവരെ തോൽപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നല് ആളുകളുടെ ഇടയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നിങ്ങൾ പഠിച്ചു കാണും സാന്താൾ റിബലിയൻ. സാന്താൾ റിബലിയനിൽ ഇവര് നല്ലോണം എതിർത്ത് നിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരോട്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നല് വളരുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ റീസൺ ആണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പൊളിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതായത് നല്ല രീതിയിൽ കറപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ പ്രൈവറ്റ് ട്രേഡ് നിർത്തലാക്കാൻ വേണ്ടി ഇവർ എത്ര റൂളാ കൊണ്ടുവന്നത് ഓർമ്മയില്ലേ? നമ്മള് ചാർട്ടർ ആക്ട് കൊണ്ടുവന്നപ്പോഴും പിറ്റന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴും ഒക്കെ പഠിച്ചത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കറപ്ഷൻ ഇവര് കാണുന്നുണ്ട്. പോലീസ് ഓഫീഷ്യൽസിന്റെയും പിന്നെ അതുപോലെ തന്നെ താഴേക്കടയിലെ ഓഫീഷ്യൽസിന്റെയും എല്ലാവരുടെയും ബ്രൈബറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ ഭയങ്കര സുശക്തമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഒന്നും അല്ല. ഇവരുടെ ഇടയിൽ നല്ല കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവർ വിചാരിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ഇവരുടെ സ്വന്തം ബ്രിട്ടനോട് ഭയങ്കരമായിട്ടുള്ള കൂറൊന്നുമില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റും എന്നൊരു തോന്നലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ട്. പിന്നെ ഇവർക്ക് ഒടുക്കത്തെ റേസിസം ആണ്. ഒടുക്കത്തെ റേസിസം ആണ്. ഇന്ത്യക്കാരെ കണ്ടുകൂടാ. ഞങ്ങള് ഇവരങ്ങ് നന്നാക്കി ഈ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറഞ്ഞ പോലത്തെ മനോഭാവത്തിലാണ് ഇവർ വരുന്നത്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള ഇപ്പൊ പ്രത്യേകിച്ച് സിപ്പോയ്സ് ഒക്കെ വല്ലാണ്ട് റേഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ നേരിടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ആളുകളുടെ ഉള്ളില് ബ്രിട്ടീഷുകാരോട് ദേഷ്യം നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു വാക്ക് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സെന്റി സൊവേർണിറ്റി എന്ന്. ആബ്സെന്റി സൊവേർണിറ്റി എന്ന്. അതായത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് റൂളിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ആബ്സെന്റി സൊവേർണിറ്റി എന്നാണെന്ന് പറയും. അതായത് ഈ ഇവിടെ വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, പവർ ഉള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെല്ലാം തന്നെ ഇന്ത്യക്കാരുടെ നീഡിനെ പറ്റിയിട്ടോ ഇന്ത്യക്കാരുടെ കൾച്ചറിനെ പറ്റിയിട്ടോ അങ്ങനെ ഇന്ത്യക്കാരെ പറ്റി യാതൊന്നും അറിയാത്തവരാണ് ഇന്ത്യയിൽ വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഭരിക്കപ്പെടുന്ന ആൾക്കാരുമായിട്ട് വലിയൊരു എന്താ പറയാ ഒരു 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 ഡിസ്കണക്ട് ഉണ്ട്. അപ്പോ ഒരു ഫോറിൻ റൂള് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് വളരെ അന്യമായിട്ടൊരു റൂളും തന്നെ എല്ലാ കാലത്തും ബ്രിട്ടീഷുകാരെ പറ്റി നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ആബ്സെന്റി സൊവേർണിറ്റി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താണ് ഇവർക്ക് വളരെ കൾച്ചറൽ ആയിട്ടുള്ള ഇൻസെൻസിറ്റിവിറ്റി ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരുടെ കൾച്ചറിനെ നോവിക്കാനോ വിശ്വാസങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബഹുമാനിക്കാനോ ഒന്നും തന്നെ ഇവര് തയ്യാറായിരുന്നില്ല. അത് ഹിന്ദുയിസം ആയിക്കോട്ടെ ഇസ്ലാംസ് ആയിക്കോട്ടെ അതിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു തരം അവജ്ഞയും പുച്ഛവും ഒക്കെയാണ് അവര് കാണിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ക്രിസ്ത്യൻ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യോ റിലീജിയസ് കോസസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് എന്ത് ചെയ്യുന്നു? ക്രിസ്ത്യൻ മിഷണറീസ് ഇവിടെ വന്ന് പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറീസ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അവര് പതുക്കെ പതുക്കെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ആളുകളെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് നല്ല രീതിക്ക് ഇവർക്ക് പൊളിയുന്നുണ്ട്. പിന്നെ സോഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു. അതുപോലെ തന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യമാണ് റിലീജിയസ് ആയിട്ടുള്ള ലാൻഡ്സിനും ഇവരെന്ത് ചെയ്യുന്നു? ടാക്സേഷൻ നടത്തുന്നു. അതായത് ഇപ്പോൾ ടെമ്പിൾസ് ആയിക്കോട്ടെ മോസ്ക്സ് ആയിക്കോട്ടെ അങ്ങനെ സേക്രഡ് ആയിട്ട് ലോക്കൽ പോപ്പുലേഷൻ കരുതുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നു? അവിടെയൊക്കെ ഈ എന്താണ് ടാക്സ് ചുമത്തുന്നു.
ഈ ടാക്സ് ചുമത്താൻ അത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അടിയായി പോയി. നമ്മൾ ഒരിക്കലും കേൾക്കാത്ത സംഭവമാണ് അല്ലേ? അമ്പലത്തിന്റെ സ്ഥലത്തിന് അല്ലെങ്കിൽ പള്ളിയുടെ സ്ഥലത്തിന് ടാക്സ് ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താണ് ഇവർക്ക് തീരെ സഹിക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് വരുന്നുണ്ട് 1856 1856 വരുന്ന റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഓരോ ഇപ്പൊ ഹിന്ദുയിസത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കസ്റ്റംസ് ഉണ്ടല്ലോ അതിനെല്ലാം മോഡിഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. ഓക്കെ, അത് 1856 ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് 1857 എന്താണ് സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം പിന്നീട് എന്താണ് നമ്മുടെ സിപ്പോയ്സിനുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പെട്ടെന്ന് ആ ഉണ്ട് 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 ജനറൽ ഓക്കെ ഓക്കെ അതും കൂടി പറയാട്ടാ. സോറി സോറി അത് വിട്ടതാ. അത് സോറി സോറി അത് പറയാൻ വിട്ടതല്ല. ഞാൻ സിപ്പോയ്സിന്റെ കാര്യങ്ങള് വേറെ തന്നെ ടേബിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സിപ്പോയ്സിന്റെ ഇടയിലുള്ള ഡിസ്കണ്ടന്റിന് ഇത് 1854 അല്ലേ? അതെ. ഡിസ്കണ്ടന്റിന് കാര്യമായിട്ടുള്ള കുറെ കൂടി കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട്. അതായത് ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. കമ്പനിയുടെ ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന ആൾക്കാര് അവർക്ക് കാസ്റ്റിന്റെയും അതുപോലെ തന്നെ റിലീജിയന്റെയും ഭാഗമായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം തലപ്പാവ് ധരിക്കുക അങ്ങനത്തെ കാര്യങ്ങള് അതൊന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ അതൊക്കെ ഇവരുടെ സെൻസിറ്റിവിറ്റിനെ വല്ലാണ്ട് ടച്ച് ചെയ്തിരുന്നു. പിന്നീട് വന്നിട്ടുള്ള വേറൊരു സംഭവമാണ് 1854 അല്ല 56 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. അപ്പൊ ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ഉള്ളത്. അപ്പൊ എവിടെ യുദ്ധം ഉണ്ടെങ്കിലും ഇപ്പൊ ക്രിമിയൻ യുദ്ധം ആയിക്കോട്ടെ ഏത് യുദ്ധം വേണമെങ്കിൽ ആയിക്കോട്ടെ അഫ്ഗാൻ യുദ്ധം ആയിക്കോട്ടെ അവിടേക്ക് എല്ലായിടത്തേക്കും ഇന്ത്യക്കാരെ കൊണ്ടുപോകും. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് എന്താണ് പ്രത്യേകിച്ചൊരു കാശൊന്നും ഇവര് കൊടുക്കൂല. അപ്പം അതായത് മാക്സിമം അങ്ങ് പിഴിഞ്ഞെടുക്കും പുതുതായിട്ടുള്ള റിക്രൂട്ട്സിനെല്ലാം. അപ്പം ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കടല് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മതം നഷ്ടപ്പെടും, ധർമ്മം നഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് അനുസരിച്ച് ഈ സിപ്പോയ്സിന്റെ ഇടയിൽ വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതായത് കടല് കടന്ന് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്പോയ്സിന്റെ അടുത്തുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാമോശമായിരുന്നു. ഈ പ്രൊമോഷന്റെ കാര്യം ആയിക്കോട്ടെ പ്രിവിലേജസിന്റെ കാര്യം ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്തിന്റെ കാര്യം ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലടക്കം ഈ ഒരു വ്യത്യാസം എപ്പോഴും ഒരു കാണിച്ചുകൊണ്ടിരുന്നു. ദ ഡിസ്പാരിറ്റി ഇൻ ട്രീറ്റ്മെന്റ് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ അവധിന്റെ അനസെക്ഷൻ. അപ്പം അവധെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സിപ്പോയ്സിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അനക്സേഷൻ എന്ന് പറഞ്ഞ സംഭവം അതുപോലെ തന്നെ വാജിദ് അലി ഷാനെ നാട് കടത്തിയതെല്ലാം തന്നെ സിപ്പോയ്സിന്റെ ഇടയിൽ വലിയൊരു വിഷമം ഉണ്ടാക്കി. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. അതായത് ഇവർക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും സിപ്പോയ്സിന് ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. കാരണം അന്ന് നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ പോസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഫ്രീ ആയിട്ട് പോസ്റ്റ് അയക്കാമായിരുന്നു. എവിടെ നിന്ന് വേണമെങ്കിലും തപാൽ അയക്കാമായിരുന്നു. അത് എടുത്തു കളയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഈ പോസ്റ്റൽ ആക്ട് പ്രകാരം ഇവർക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ പോസ്റ്റ് അയക്കാന്നുള്ളത് തപാൽ അയക്കാന്നുള്ളത് എടുത്തു കളഞ്ഞത് ഇവരെ വല്ലാതെ അങ്ങ് വിഷമിച്ചു. അതായത് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിവിലേജ് എടുത്തു കളയാന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലെ? പിന്നെ പിന്നെന്താണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എന്താണ് ഈ സിപ്പോയ്സിന് നല്ല രീതിയിൽ ഇവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഡൽഹി വീണു എന്ന് അറിയുന്നതോടെ ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് തലപൊക്കി. അതായത് നമ്മുടെ റാണി ലക്ഷ്മിബായി അറിയുന്നു. കാൺപൂരിൽ നിന്ന് നമ്മുടെ
എന്താണ് നാനാ സാഹിബ്, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും, അതുപോലെ അസ്സാമിൽ ആരായിരുന്നു, മണിറാം ദത്ത, അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ഒരു ഒന്ന് ആലോചിക്കണം, അന്നത്തെ കാലമാണ്. ഓക്കെ. പക്ഷെ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഡൽഹി പോയിട്ട് ഡൽഹി പിടിച്ചടക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഡൽഹിയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു. ഡൽഹി പിടിച്ചടക്കി പിന്നെ ഡൽഹിനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നു. അപ്പൊ എന്താണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രായമായിട്ടുള്ള മനുഷ്യനാണ്. അതെന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്താണ് ഈ പലതരം റിവോൾട്ടുകൾ പോലെയായിരുന്നു. ഒറ്റ റിവോൾട്ട് നമ്മൾ ഒരുമിച്ച് പറയുന്നുണ്ടെങ്കിലും പല സ്ഥലത്തായിട്ട് റിവോൾട്ട് നടക്കുന്ന പോലെയായിരുന്നു ഒരു ഫീല്. അപ്പം എന്ത് സംഭവിച്ചു? ഇവർക്കൊന്നും പരസ്പരം കോണ്ടാക്ട് ഇല്ല. എല്ലാവരുടെ കാലത്ത് അല്ല, താന്തിയോ തോപ്പി പോയിട്ട് റാണി ലക്ഷ്മിബായിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ റിവോൾട്ട് നടക്കുന്നു. റിവോൾട്ട് നടന്ന് ഈ ബഹദൂർ ഷാ സെക്കൻഡിനെ ഒരു സിംബോളിക് ഹെഡ് ആയിട്ടൊക്കെ തീരുമാനിക്കുന്നു. പതുക്കെ പതുക്കെ പല സിവിലിയൻസും ജോയിൻ ചെയ്യുന്നു. ഓക്കെ. ഈ ബ്രിട്ടീഷുകാരോട് പ്രശ്നം ഉണ്ടായിരുന്ന പല സിവിലിയൻസും ജോയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പം പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിനെ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരുണ്ടല്ലോ, ഈ ഹൈദരാബാദിലെ നൈസാം പോലത്തെ ആൾക്കാര്, അവരൊന്നും തീരെ വക വെക്കുന്നില്ല. അവരൊന്നും തീരെ സഹായിക്കുന്നില്ല. മാത്രമല്ല അവര് ബ്രിട്ടീഷുകാർക്ക് മസിൽ പവറും മണി പവറും എല്ലാം കൊടുത്ത് സഹായിക്കുന്നു ഉണ്ട്. പക്ഷേ ഇവർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ഒരു എന്താ പറയാ, ആ മിലിറ്ററിയിൽ നിന്ന് ഇവർ പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളൊക്കെ ഇവർ ഈ റിവോൾട്ടർ ഉപയോഗിക്കുന്നുണ്ട്. വലിയൊരു റിവോൾട്ട് തന്നെയായിരുന്നു ആക്ച്വലി. ഓക്കെ. എന്നിട്ട് നാനാ സാഹിബ് എന്ത് ചെയ്യുന്നു? നാനാ സാഹിബ് ഈ ബ്രിട്ടീഷുകാരെ മൊത്തം കാൺപൂരിൽ നിന്ന് പുറത്താക്കി സ്വന്തമായിട്ട് പേർഷ്യയുമായിട്ടെല്ലാം തന്നെ അവരോധിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പേർഷ്യ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. പേർഷ്യ സ്ഥാനത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് പെൻഷൻ വാങ്ങിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ബീഗം ഹസ്രത്ത് മകൾ ഉണ്ട്. ബീഗം ഹസ്രത്ത് മകൾ എന്ത് ചെയ്യുന്നു? ബീഗം ഹസ്രത്ത് മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവധിലെ വാജിദ് അലി ഷായുടെ വൈഫാണ്. അപ്പൊ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിരുന്നു. കാരണം വാജിദ് അലി ഷാനോട് ആളുകൾക്ക് വളരെ സ്നേഹമുണ്ട്. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന് നല്ല രീതിക്ക് എന്താണ് കലാപം നയിക്കുകയാണ്. പിന്നെ റോഹിൽഖണ്ഡിലെ മുന്നത്തെ ഒരു ആളായിരുന്നു, മുന്നത്തെ ഒരു വാരിയർ ആയിരുന്നു ഖാൻ ബഹദൂർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു 40,000 സോൾജേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. കൺവർ സിംഗ് ബീഹാറിലെ ആര് എന്ന സ്ഥലത്തുള്ള അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരുപാട് സിപ്പോയ്സിനൊക്കെ കൂട്ടി ആരയിലേക്ക് മാർച്ച് ചെയ്ത് ആ സ്ഥലം പിടിച്ചെടുക്കുന്നു. മൗലവി അഹമ്മദുള്ള എന്ത് ചെയ്യുന്നു? ഫൈസാബാദ് പിടിച്ചെടുക്കുന്നു. ബ്രിട്ടീഷുകാരെ മുഴുവൻ പുറത്താക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊച്ചു കൊച്ചു വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഷാമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. പുള്ളി അങ്ങനെ ഒരു സാധാരണക്കാരനാണ് കേട്ടോ, ഒരു ലോക്കൽ പെസന്റ് ആണ്. ഓക്കെ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു 84ഓളം വില്ലേജുകൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. ആളുകളെ തന്നെ ഇത് ചെയ്തുകൊണ്ട്, ആളുകളെ കൂട്ടിയുണ്ട്. അപ്പൊ എന്നിട്ട് ഷാമാലിനെ കിട്ടുമ്പോ ഇവര് മറ്റേ പോർച്ചുഗീസുകാർ കുഞ്ഞാലിനോട് കാണിക്കുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അതായത് പല കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ റിവോൾട്ട് പിന്നെ പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു സപ്രസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് മേലെയാണ്. മാത്രമല്ല ഇവർക്ക് ടെലഗ്രാഫ് ഒക്കെ ഉണ്ട്. ടെലഗ്രാഫ് ഉള്ളത് കൊണ്ട് ഇവര് പെട്ടെന്ന് തന്നെ വിവരങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ റിവോൾട്ട് സപ്രസ് ചെയ്യാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? കോളിൻ ക്യാമ്പലാണ് കാൺപൂര് പിടിച്ചെടുക്കുന്നത്. കാൺപൂര് പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂഗ് റോസ് ഝാൻസി പിടിച്ചെടുക്കുന്നു. റാണി ലക്ഷ്മിബായിനെ കൊല്ലുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ ഡൽഹി പിടിച്ചെടുത്ത ആളുടെ പേര് ഞാൻ മറന്നു. ശ്രീലക്ഷ്മി ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? അത് തന്നെ, നിക്കോൾസൺ. ഓക്കെ.
നിക്കോൾസൺ ഈ ഡൽഹിയിലെ കശാപ്പുകാരനൊക്കെയാണ് നിക്കോൾസൺ അറിയപ്പെട്ടിരുന്നുണ്ടായിരുന്നത്. പിന്നെന്താണ് ജോൺ നിക്കോൾസൺ. അവര് ഡൽഹി പിടിച്ചെടുക്കുന്നു. കാൺപൂര് കോളിൻ ക്യാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പിടിച്ചെടുക്കുന്നത്. ഓക്കെ. പിന്നീട് ഝാൻസി ജനറൽ ഹ്യൂ ഗ്രോസ്, ബനാറസ് ജെയിംസ് നീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരൻ പിടിച്ചെടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്താണ് ഈ അവര് തിരിച്ചും പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം റിവോൾട്ട് ശബ്ദത്തിലെ പരാജയം ആയിരുന്നെങ്കിൽ പോലും അതിന് ഒരുപാട് എന്താ പറയാ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മളതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വിളിക്കും. പിന്നെ ഒരു മ്യൂട്ടനി ആയിട്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ വിളിക്കത്തുള്ളൂ. പക്ഷെ ശരിക്കും എന്താ പറയാ വളരെ വീരോചിതമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അത് പരാജയപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ സൗത്ത് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിലേക്കൊന്നും ഇത് വരുന്ന പോലും ഇല്ല. അതായത് ആ നോർത്ത് ഇന്ത്യയെ തന്നെ ചുറ്റിപ്പറ്റിയാണ് സംഭവങ്ങൾ മൊത്തം നടന്നത്. പിന്നെ അതുപോലെ ലോക്കൽ ആയിട്ടുള്ള കുറെ രാജാക്കന്മാരൊന്നും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല, ബുദ്ധിജീവികൾ പിന്തുണയ്ക്കുന്നില്ല. ഓക്കെ. പിന്നെന്താണ് താലൂക്ക്ദാർമാരുണ്ടല്ലോ, താലൂക്ക്ദാർമാര് ആദ്യം കയറി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും മറ്റേ സമ്മറി ആക്ട് പിൻവലിക്കുന്നു പറഞ്ഞതോടുകൂടി അവർ മറുകണ്ഠം ചാടുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഇതില് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇൻഡോറിലെ ഹോൾക്കറോ റൂളേഴ്സ് ഓഫ് പട്യാലയോ പിന്നെ അതുപോലെ തന്നെ മഹാരാജ ഓഫ് കാശ്മീരോ ഇവരൊന്നും തന്നെ സഹകരിക്കുന്നില്ല. പിന്നെ ഇവരുടെ കയ്യിൽ അധികം ഉപകരണങ്ങളും എക്യുപ്മെന്റ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഇവർക്കൊരു ലീഡർ ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ ഈ ബഹദൂർ ഷാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹത്തിനൊന്നും അങ്ങനെ നയിക്കാൻ മാത്രമുള്ള ഒരു എന്താണ് അങ്ങനെ ഒരു കഴിവൊന്നും പുള്ളിക്കില്ല. അദ്ദേഹത്തിന് പ്രായമായി. പിന്നെന്താണ് വളരെ അൺകോർഡിനേറ്റഡ് ആയിരുന്നു, പുവർലി ഓർഗനൈസ്ഡ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൽ റിബൽ ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് നാനാ സാഹിബ്, താന്തിയ തോപ്പി, കൻവർ സിംഗും ലക്ഷ്മണബായും ഒക്കെ തന്നെ ആയിരുന്നു. ഓക്കെ. അവർക്ക് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മ്യൂട്ടനി നടത്തിയ ആളുകൾക്ക് മൊത്തത്തിലൊരു ഐഡിയോളജി ഉണ്ടായിരുന്നില്ല. അവരെ മുഴുവനായിട്ട് ഇപ്പൊ അതിനുശേഷമൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ മ്യൂട്ടനിയുടെ സമയത്ത് ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഒന്നും വന്നിട്ട് തന്നെ ഇല്ല. ഓക്കെ. പിന്നെ എന്താ പറയാ ഈ റിവോൾട്ടിന് അതൊരു പ്ലാൻ ചെയ്ത് ഉണ്ടാവാത്തതിൻ്റെതായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെയായിരുന്നു റിവോൾട്ടിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം അതിനുശേഷം ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്യുന്നു, ഇന്ത്യനെ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കുന്നു. ക്യൂൻസ് പ്രൊക്ലമേഷൻ വരികയാണ്. അതിനുശേഷം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഇന്ത്യ ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുണ്ട്. അത് ഈ അടുത്തൊരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു. ഗുനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൾ ലീഡർ, കോൾ വംശജരുണ്ട്. അവര് ഈ എന്താണ് ട്രൈബ്സ് ആണ്. അതിലുള്ള ഒരു ഗുനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ പേര് ഗുനു ടൈപ്പ് ചെയ്യാട്ടോ, GONOO. അപ്പൊ ഈ അടുത്തൊരു PSC എക്സാമിന് ഈ പേര് ചോദിച്ചിരുന്നു. ഇത് നമ്മൾ SCRT-ലൊന്നും കാണാത്തൊരു പേരാണ്. ഓക്കെ. അപ്പൊ ബാക്കി നേതാക്കളെയൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. നാനാ സാഹിബ് കാൺപൂർ, ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ ഉണ്ട്, അവധ് ഉണ്ട്, ഖാൻ ബഹദൂർ ബറേലി, കൻവർ സിംഗ് ബീഹാർ, റാണി ലക്ഷ്മിബായി ഝാൻസി. ഓക്കെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഇതൊരു കോൾ ലീഡർ ആണ് കേട്ടോ ഗുനു. ഓക്കെ. അത് NCERT-ൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പേരായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കോളാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് പറയാ. ക്വസ്റ്റ്യൻ വന്നോ? ഇതിന്റെ ആൻസർ എന്താ?
Which of the following was an administrative cause of 1857 revolt? ഏതാണ്? ശ്രീലക്ഷ്മി ബി പറഞ്ഞിട്ടുണ്ട്. അഞ്ജന ബി പറഞ്ഞു. ബി തന്നെയാണ് ആൻസർ. ഓക്കെ, ബി തന്നെയാണ് ആൻസർ കേട്ടോ. കറപ്ഷൻ ആണ് വരുന്നത്. കറപ്ഷൻ എമംഗ് കമ്പനി ഒഫീഷ്യൽസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The revolt of 1857 began in Meerut primarily due to options: high taxation, discontent over the use of greased cartridge, annexation of Awadh, imprisonment of Mughal Emperor Bahadur Shah. ബി ആണ് ആൻസർ. ബി ആണ് കേട്ടോ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. What was the അടുത്ത ക്വസ്റ്റ്യൻ മുതലേ What was the primary role of Mangal Pandey in revolt of 1857? A. Led the Sepoy revolt in Delhi. B. Fired British officers at Barakpur. C. Organized rebel forces in Awadh. D. Declared Bahadur Shah as the Emperor of India. B ആണ് ആൻസർ. ഫയർഡ് ബ്രിട്ടീഷ് ഓഫീസർ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവേ. ഇത് നോക്കി. Which of the following was not an economic cause of the revolt in 1857? A. Heavy taxation under the right-to-hire system. B. Decline of Indian artisans due to British imports. C. British encouraging Indian handicraft. D. Emergence of money lenders as new landlords. ഏതാണ്? സി ആണ് ആൻസർ. എൻകറേജിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇടാവേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നില്ലേ. Which of the following conception is true about the revolt of 1857? Indian historians ഇത് നിങ്ങൾ വായിച്ചിട്ട് പറഞ്ഞേ. Indian historians have described it as Indian mutiny. British historians have described it as War of Independence. It gave a death blow to the system of East India Company's rule in India. It was for improvement of administrative machinery in India. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. അതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരിപാടി ഇവിടെ അവസാനിച്ചു അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അസേർഷൻ റീസൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അസേർഷൻ എന്ന് പറയുന്നത് the first war of independence in 1857 failed to secure freedom from the British government. Reason: the leadership of Bahadur Shah Zafar did not have popular support and most of the Indian rulers of important state shied away from the struggle. ഏതാണ് ആൻസർ? സി ആണോ ആൻസർ? ബി ആണോ ആൻസർ? ഒന്നും കൂടി നോക്കിയേ. ഒന്നും കൂടി നോക്കിയിട്ട് പറ. ശ്രീലക്ഷ്മി എ പറഞ്ഞിട്ടുണ്ട്. ഈ സി പറഞ്ഞ ആൾക്കാരുടെ റീസൺ എന്താ? എ ആണ് ട്ടോ ആൻസർ. എ ആണ് ആൻസർ. കാരണം എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫ്രീഡം ഉണ്ടായിരുന്നില്ല. കാരണം കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ സമയത്ത് ഹോൾക്കർമാരും നൈസാമും ഇവരൊന്നും തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ബഹദൂർ ഷായ്ക്കോ ആർക്കും തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈസാമിനെ പോലെയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഫ്രീഡം കിട്ടിയേനെ കേട്ടോ. എന്തോ ചിഞ്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹദൂർ ഷാ
ബഹദൂർ ഷാന് സപ്പോർട്ട് ഇല്ലല്ലോ. ഇല്ല, സപ്പോർട്ട് ഇല്ല. അതാണല്ലോ കാര്യം. മനസ്സിലായോ? ഓ, അങ്ങനെ വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The first event relating to the War of Independence of 1857 was Kanpur's revolt and taking over leadership by Nana Sahib, Begum Hasrat Mahal's leadership of Awadh, marching of Sipahis to Red Fort, revolt by Jhansi Rani. ഓക്കെ, ഏതാണ് ആൻസർ? എന്താണ് ആൻസർ? സി ആണ് ആൻസർ. മാർച്ചിങ് ഓഫ് സിപ്പോയ്സ് ടു ഡൽഹി റെഡ് ഫോർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇടാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is following was not a reason for making the sepoys of the East India Company rebellious? The efforts of the officers of the company to spread the Christianity, the order of sepoys to travel on ships, the stoppage of Bhatta, the inefficiency of officers. Was not ആ ചോദിച്ചിരിക്കുന്നത്. ആ, ഡി ആണ് ആൻസർ. നിങ്ങൾ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ദ സ്റ്റോപ്പേജ് ഓഫ് ബത്ത. സ്റ്റോപ്പേജ് ഓഫ് ബത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകമായിട്ട് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബത്ത കൊടുത്തിരുന്നു. അതിന്റെ സ്റ്റോപ്പേജിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പൊ നമുക്ക് ക്ലാസ് അങ്ങ് എൻഡ് ചെയ്താലോ? എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ഈ ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ സ്പെക്ട്രം റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ട്രഡീഷണലി നമ്മളെപ്പോഴും പഠിക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. അപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ.